അഖിൽ മാരാർ ഈസ് എ ബ്രില്യൻ ഗെയിമർ. സംശയമുണ്ടോ ആർക്കെങ്കിലും? സംശയമുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നേ ദിവസത്തെ ഇപ്പം നടന്ന ഈ ഒരു ടാസ്കിന്റെ ഒരു മെന്റൽ കളിയും കൂടെ കേട്ട് കഴിഞ്ഞാൽ അറിയാം ഹി ഈസ് ബ്രില്യന്റ് എന്ന്. അതായത് നിലവിൽ സംശയമുള്ള വ്യക്തികൾക്ക് ഓക്കെ, ഈ ഒരു ബിഗ് ബോസ് സീസൺ 5 അവസാനിക്കുമ്പോഴത്തേക്കിന് വില്ലനും നായകനും ഏക വ്യക്തി തന്നെ ആയിരിക്കും ജനങ്ങളുടെ മുന്നിലും ബിഗ് ബോസിനകത്ത് ആൾക്കാരുടെ കണ്ടസ്റ്റൻസിന്റെ മുന്നിലും. ഒരിക്കലും ബിഗ് ബോസിലുള്ള ഈ ഒരു അഖിൽ മാരാർ ഈ ഒരു കണ്ടസ്റ്റൻസിന്റെ കൂടെ മത്സരിക്കേണ്ട ഒരു വ്യക്തി ആയിരുന്നില്ല. പണ്ട് എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ, അതായത് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്ത വീഡിയോയിലൊക്കെ അഖിൽ മാരാറിന്റെ പറച്ചിലുണ്ട്, ഞാനൊരു ബിഗ് ബോസ് മെറ്റീരിയലായിരുന്നു, ഉണ്ണിമുകുന്ദൻ പിന്നെ അതിന്റെ സംവിധായകനൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നീ പോടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആക്കി ചോദിച്ചിട്ടുണ്ട് ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ എന്തുവല്ല തുണി എടുക്കാനുള്ള മെറ്റീരിയൽ ആണോ എന്നൊക്കെ നമ്മൾ ആക്ഷേപഹാസ്യം രൂപത്തിൽ മാരാറിനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആള് നല്ലതാണോ, ആള് കിടിലമാണോ, എനിക്ക് നമ്മളത് സമ്മതിക്കണം. ആള് നല്ലതാണ്, സമ്മതിക്കണം എന്ന് പറഞ്ഞ് എനിക്കൊരു ഹെഡ് വെയിറ്റ് ഇട്ടുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഹി സോ ബ്രില്യൻ. ഒരു ഗെയിമിൽ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്, അത് അദ്ദേഹത്തിന്റെ നോക്കി പഠിക്കണം. ആവശ്യമുള്ള കാര്യങ്ങൾ വലിച്ചെടുക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്ത് കളയുക. ഇന്നത്തെ ടാസ്ക് നിലവിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ ഒരു ഗ്രാഫ് മുഖാന്തരം ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക. അത് നമ്മൾ ആദ്യം പറയുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു ടാസ്ക് ആണ്. എന്താണ് ടാസ്ക് ആണ്? ടാസ്കിൽ ഏക വിജയിയെ കാണും. ഈ ടാസ്കിൽ സർവൈവ് ചെയ്ത് വരുന്ന വ്യക്തിക്കാണ് വിജയം കിട്ടുന്നത്. ഇതിൽ വിജയം കിട്ടിയാലേ നമുക്ക് അടുത്ത സ്റ്റേജിലോട്ട് പോകാൻ കഴിയൂ. ഓക്കെ, ജീവിതത്തിലെ ഓരോ കുറവുകളും ഉണ്ടായ അനുഭവങ്ങളും എല്ലാം ഒരു ഗ്രാഫ് മുഖാന്തരം എല്ലാ വർഷവും ഉണ്ടായത് കാണിക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക് അക്കോർഡിംഗ് ടു മീ. ഇപ്പൊ ജനങ്ങൾക്ക് മുന്നിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണ് നനയിപ്പിച്ച് ജനങ്ങളും ഞാനും തമ്മിൽ, അല്ലെങ്കിൽ ഞാനൊരു കണ്ടസ്റ്റന്റ് എന്ന നിലയിൽ ഞാനും ജനങ്ങളും തമ്മിൽ ബന്ധം ഉറപ്പിക്കത്തക്ക രീതിയിൽ ഒരു കോണ്ടന്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ജീവിത പ്രാരാബ്ദത്തിൽ കൂടെ ആയിരിക്കത്തില്ല ചിലപ്പം ഞാൻ കടന്നുപോയത്, അല്ലേ? അപ്പൊ എനിക്ക് എന്ത് വേണം? എനിക്ക് വിജയിച്ചേ പറ്റൂ. എന്റെ കയ്യിൽ അങ്ങനെ ഒരു ജീവിത പ്രാരാബ്ദം ഇല്ല എന്നുണ്ടെങ്കിൽ പക്ഷെ എനിക്ക് ഈ ഗെയിമിൽ വിജയിക്കണം. ബിക്കോസ് ഞാൻ അതിനകത്തൊരു കോണ്ടസ്റ്റന്റ് ആണ്, അല്ലേ? അപ്പൊ നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? സ്ട്രാറ്റജി. തീർച്ചയായിട്ടും അത് തന്നെ. എൻ്റെ കയ്യിൽ ആ ഗെയിം ഇല്ല എന്നുണ്ടെങ്കിൽ, മറ്റൊരുത്തൻ്റെ കയ്യിൽ ആ ഗെയിം ഉണ്ട് എന്നുണ്ടെങ്കിലും അവനെ മാക്സിമം തളർത്തി അല്ലെങ്കിൽ അവന്റെ കഥയിൽ അവൻ വിചാരിക്കുന്ന പോലെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കാതാക്കുക എന്നുള്ളത് എൻ്റെ കഴിവാണ്. അവിടെ സംസാരിക്കുക എന്നുള്ളത് അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കഴിവ്, അല്ലേ? അപ്പൊ ഇന്നത്തെ ഗെയിം അപ്പാടെ ഒരു ബിഗ് ബോസ് കോണ്ടസ്റ്റൻസിന് അങ്ങോട്ട് പെട്ടെന്ന് കിട്ടിയ ഒരു ഗെയിമായിരുന്നു. അല്ലെങ്കിൽ ഓൾറെഡി ബിഗ് ബോസ് അനൗൺസ് ചെയ്തൊരു ഗെയിമല്ല. അനൗൺസ് ചെയ്ത ഗെയിം ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മത്സരാർത്ഥികളെല്ലാം അവർക്ക് പറയാനുള്ള കഥയിനകത്ത് കുറച്ച് ഉപ്പും മുളകും ഉപ്പേരി എല്ലാം കൂടെ ചേർത്തൊന്ന് കൂട്ടി ഒരുപ്പിച്ച് ഈ പറഞ്ഞ ബിഗ് ബോസ് കാണുന്ന വ്യക്തികൾക്കും കോണ്ടസ്റ്റൻസുമായിട്ട് ഒരു ബന്ധം, സെന്റിമെന്റൽ അപ്രോച്ചിൽ കുറച്ചും കൂടി വോട്ട് കിട്ടാനുള്ള സാധ്യത മുന്നിൽ കണ്ടേനമായിരുന്നല്ലോ കോണ്ടസ്റ്റൻസ്. അതുകൊണ്ട് തന്നെ ആരോടും പറയാതെ ഇത്തരത്തിൽ ഒരു ഗെയിം കൊടുക്കുമ്പം കൃത്യമായിട്ട് അഖിൽ മാരാറിന്റെ പ്ലേ ഇവിടെ കൃത്യമായിട്ട് ഈ ടാസ്കിലും അല്ലെങ്കിൽ ഈ ഒരു വീക്ക്ലി ടാസ്ക് എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഈ ഒരു ആഴ്ചത്തെ ഏറ്റവും വലിയ ടാസ്ക് തന്നെയാണ് വീക്ക്ലി ടാസ്ക്. ഈ വീക്ക്ലി ടാസ്കിനെ വിലയിരുത്തിക്കൊണ്ട് തന്നെ ജനങ്ങളും ബിഗ് ബോസും ഒരാളെ നിർണയിക്കുന്നത്. അപ്പൊ ഈ ഒരു ബിഗ് ബോസിൽ ഈ ജുനൈസ് സംസാരിക്കാൻ വരുമ്പോൾ ജുനൈസിന്റെ സംസാരിക്കാൻ വരുന്ന കാര്യങ്ങളിൽ ഇടപെടുകയും അല്ലെങ്കിൽ മെന്റലി പുള്ളിക്കാരന് തകർന്ന് തരിപ്പണമായി സംസാരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തുന്നു. പക്ഷെ ഇതൊന്നും ഈ പറഞ്ഞ മിഥുനും വിഷ്ണുവിനും ഒന്നും മനസ്സിലാവാത്ത അവരെല്ലാം ജുനൈസുമായിട്ട് ഒരു കോംബോയിൽ ഇരുന്ന് നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തതെന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. പക്ഷെ അതിനകത്തൊരു ഗെയിം ഉണ്ട്, ഒരു ഗെയിം പ്ലേ ഉണ്ട്. അത് മനസ്സിലാക്കണം. അത് മനസ്സിലാവാതെ മെന്റലി തകർന്നിരിക്കുന്ന ജുനൈസിനെയും അത് മനസ്സിലാവാതെ ഈ അഖിൽ മാരാറും അല്ലെങ്കിൽ പക്ഷേ ഈ ഒരു കാര്യം റിനീഷയ്ക്കും സെറീനയ്ക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അവര് അത്യാവശ്യം മാരാറിനെ ഒരു 25% സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ആഴ്ചത്തെ ടാസ്കിലും മാരാരിസം ഒരു കുറവില്ലാതെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. പണ്ട് ആരോ പറഞ്ഞ പോലെ മാരാരിരിക്കുന്ന തട്ട് താണ് തന്നെ ഇരിക്കും. ഇതൊരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയുള്ള ഒരു ഗെയിം അല്ല, അല്ലെങ്കിൽ ഇതിന് മറ്റൊരാളെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ട് അവനെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ നിൽക്കണം, നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ നിൽക്കണം എന്ന് പറയുന്ന ഒരു ഗെയിമേ അല്ല. ഇതിനകത്ത് ഒരു വിജയല്ലേ ഉള്ളൂ സർവൈവലിന്. അപ്പൊ മെന്റലി കളിക്കുക, അല്ലാതെ ബന്ധങ്ങൾക്ക് ഇവിടെ വിലയില്ല. മനസ്സിലാക്കണം മത്സരാർത്ഥികൾ, ബന്ധങ്ങൾക്ക് ഇവിടെ യാതൊരുവിധ വിലയും ഇല്ല. ഇവിടെ വിലയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെയും പോയി ഒരാളെ നോമിനേറ്റ് ചെയ്യത്തില്ലല്ലോ. ഒരാളുടെ കൂടെ ചിരിച്ചു നിന്നിട്ട് അടുത്ത സെക്കൻഡിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു നിങ്ങൾ പോയി ഒരു വ്യക്തിയെ നോമിനേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേന് അത് എവിക്ട് ചെയ്യാൻ വേണ്ടി ഓടിപ്പോടെ നോമിനേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ചുറ്റും 100 ക്യാമറ ഇരിക്കുമ്പോൾ ഈ വാല്യൂവും ബന്ധമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഗെയിം കളിക്കാൻ പോകുന്ന 3 മാസം നമ്മുടെ ജീവിതത്തിലെ
ഏറ്റവും വിലപ്പെട്ട നിമിഷത്തിൽ ഒരു 3 മാസം ഒരു കളിക്ക് വേണ്ടി മാറ്റി വെക്കുന്നു. അപ്പൊ അതിനകത്ത് കണ്ടുമുട്ടുന്ന ഓരോരോ മുഖങ്ങളായിരിക്കും ഈ ബിഗ് ബോസ് ഹൗസിലെ കോണ്ടസ്റ്റൻസ്. അവരുമായിട്ട് ബന്ധങ്ങൾ നിലനിർത്താം. എപ്പോഴാ? ഈ ഹൗസിലെ ഗെയിം ഷോയ്ക്ക് ശേഷം പുറത്തു വന്നതിന് ശേഷം നിങ്ങൾക്ക് ബന്ധം നിലനിർത്തി എത്ര നാൾ വേണേലും കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതാണ് വേണ്ടത്. ബിഗ് ബോസിനകത്ത് സെന്റിമെന്റൽ അപ്രോച്ചും കരച്ചിലും അവൻ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് തുപ്പി തൂറി പിച്ചി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഭയങ്കര മോശമുള്ള കാര്യമാണ്. സോ അപ്പം ഗെയിം കളിക്കുമ്പോൾ ഗെയിമിനെ ഗെയിമായിട്ട് കാണാതെ അവിടെയും കുത്തിത്തിരിപ്പും അല്ലെങ്കിൽ സെന്റിമെന്റൽ അപ്രോച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും മാരാരിസം തന്നെ റിഫ്ലക്റ്റ് ആകുന്നത്. മാരാരിയിരിക്കുന്ന തട്ട് താണ് തന്നെ ഇരിക്കും, ആള് മേപ്പോട്ട് കയറി പോവുകയും ചെയ്യും.